1979 തുടക്കം. 1.5 വർഷത്തെ കാത്തിരിപ്പ്, വലിയ പ്രയത്നം. ഈ കഷ്ടപ്പാടെല്ലാം അന്നതിൻ്റെ പാരമ്യത്തെത്തി. വോയേജർ 1 ഒടുവിൽ വ്യാഴത്തോട് അടുത്തപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ആവേശവും പിരിമുറുക്കവും ആകാംക്ഷയും വർദ്ധിച്ചു. 1979 ജനുവരി 6 അടുത്ത നിരീക്ഷണ ഘട്ടം ആരംഭിച്ചു. പേടകം വ്യാഴത്തിൻ്റെ ആദ്യത്തെ വിശദമായ ചിത്രങ്ങൾ എടുത്തു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ മനസ്സിലായി. വ്യാഴത്തിനും വലയങ്ങളുണ്ട്. ശനിയുടെ അത്ര തിളക്കമുള്ളതല്ലെങ്കിലും ചുറ്റിലും വളയങ്ങൾ. ഉച്ചയ്ക്ക് 2:05 വ്യാഴത്തോട് ഏറ്റവും അടുത്ത സാമീപ്യം. മേഘങ്ങളുടെ മുകളിൽ നിന്നും 2,17,000 മൈൽ അകലത്തിലൂടെ. ഈ ദിവസങ്ങളിലാണ് വ്യാഴത്തിൻ്റെ വലയങ്ങളുടെ അന്തരീക്ഷത്തിലെ അത്യപൂർവമായ വിശദാംശങ്ങൾ പഠിക്കുവാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞത്. ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും വലിയ അതിർത്തികളിലൂടെയുള്ള തരംഗ പാറ്റേണുകളും നിറഞ്ഞതായിരുന്നു അത്. പ്രശസ്തമായ ഗ്രേറ്റ് റെഡ് സ്പോട്ടിൻ്റെ വലിപ്പവും ആകൃതിയും ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കുവാൻ അന്നാണ് കഴിഞ്ഞത്.